ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിലെ 2 എംപിമാരും സിറ്റിംഗ് എംപിമാരും തന്നെ മത്സരിച്ചാൽ മതി എന്നാണ് ലീഗിന്റെ ഒരു അന്തിമ നിലപാട്. ഇനി 3ാം സീറ്റിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല, അത് നടക്കില്ല എന്ന കാര്യമൊക്കെ തന്നെ ലീഗിന് ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 സീറ്റിൽ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിച്ചാൽ മതി എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിലവിൽ മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറി മത്സരിക്കാനാണ് ലീഗിന്റെ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ മലപ്പുറം എംപിയാണ് അബ്ദുൾ സമദ് സമദാനി. ഇത്തവണ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് പൊന്നാനി മണ്ഡലത്തിൽ നിന്നായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനി എംപിയായ ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തായിരിക്കും ഇത്തവണ ജനവിധി തേടാൻ പോകുന്നത് എന്നുകൂടിയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ലീഗിന്റെ ഇത്തവണത്തെയും ലോക്സഭയിലേക്കുള്ള 3ാം സീറ്റ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവ് വന്നിട്ടുണ്ട്. വ്യക്തതയായിട്ടില്ല എന്ന് തന്നെ പറയണം. ആ ഒരു വഴി ഏകദേശം അടഞ്ഞു എന്ന് വേണം കരുതാനായിട്ട്. ലീഗിന്റെ തന്നെ ഈ 3ാം സീറ്റിലേക്കുള്ള ശ്രമങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്, വഴി അടഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം. തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. അപ്പം ലീഗിന്റെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഇപ്പം UDF-ന് ശേഷമാണല്ലോ നടക്കുള്ളൂ. അപ്പം UDF-ന്റെ അകത്ത് ധാരണ ഇപ്പം എന്നുണ്ടാവും? അല്ല, ചർച്ചകൾ നടന്നു വരികയാണ്. തുടരായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ, ആരും പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പോൾ പ്രധാന പാർട്ടികളൊക്കെ ആ പ്രോസസ്സിലാണ്. അതുപോലെ ഞങ്ങളും UDF-ഉം ആ പ്രോസസ്സിലാണ്. ഒക്കെ ചർച്ച നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യാത്രക്കിടയിലോ എപ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ UDF ഉണ്ടാവും. അതോടുകൂടി ഫൈനലൈസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. അല്ല, അതാണ് ഈ ചർച്ച കഴിഞ്ഞിട്ട് മറുപടി പറയേണ്ട വിഷയമാണത്. ചർച്ച നടക്കുന്നു, അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാര്യം അവസാനം പറയാന്ന് പറഞ്ഞാലേ അത് പിന്നെ അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇതൊരു വിവരമാണല്ലോ, കുറേ ദിവസമായല്ലോ, ഇപ്പോൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ച ഒന്നും എവിടെയും വഴിമുട്ടി നിന്നിട്ടൊന്നുമില്ല, ചർച്ച നടക്കുന്നു. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം UDF യോഗം, ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ട് ഒന്നിച്ച് ഞങ്ങളൊരു പരിപാടിയിലുണ്ടായിരുന്നു. അതുപോലെ ടെലിഫോണിൽ തങ്ങളുമൊക്കെ ആയിട്ട് സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെ പല സംസാരങ്ങളും നടക്കുന്നുണ്ട്. നടന്ന് അവസാനം വൈകാതെ UDF യോഗം ഉണ്ടാവും. UDF യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. അത്ര തന്നെയല്ലേ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ. ആരും ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ഇല്ല. അല്ല, ഒന്നിലധികം പിന്നെ ആളെ പ്രഖ്യാപിക്കേണ്ട ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്നിലധികം പ്രഖ്യാപിക്കേണ്ട CPI, CPM, കോൺഗ്രസ് ഞങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ലീഗിന് പ്രതീക്ഷ ഉണ്ടോ 3ാം സീറ്റിൽ ഇപ്പോഴും? അത് നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയമല്ല. തീരുമാനമാകുമ്പോൾ അങ്ങ് പറയുന്നതല്ലേ. അല്ല, അത് ഇനി ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, അത് ബോറാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനമാകുമ്പോൾ പറയാം. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, UDF യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. അങ്ങനെ മറുപടി പറയേണ്ട ഒരു വിഷയമല്ല ഈ 3ാം സീറ്റ് എന്നുള്ള കാര്യം. പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷകളൊന്നും അവസാനിക്കാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 3ാം സീറ്റ് എന്ന ആവശ്യം ഇതോടുകൂടി ലീഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2 സീറ്റിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരാൻ പോകുന്നത്. അങ്ങനെയാണ് അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്. അതും ഇരു മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കാനാണ് എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ലീഗ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല, ജൂണിൽ ഒഴിവ് തരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 1-ൽ UDF വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ സീറ്റ് ലീഗിന് നൽകണം എന്നുള്ള ആഗ്രഹമാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. PV അബ്ദുൾ വഹാബാണ് ലീഗിന്റെ രാജ്യസഭാ അംഗം. അദ്ദേഹം അതിനൊപ്പം തന്നെ വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ആ സീറ്റ് ലക്ഷ്യം വെച്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോക്സഭാ സീറ്റിലെ 3ാം സീറ്റ് എന്ന ആവശ്യം അത് തൽക്കാലത്തേക്ക് മറക്കാം. പകരം രാജ്യസഭ വരുമ്പോൾ അതിലെ സീറ്റ് ഞങ്ങൾക്ക് തന്നെ തരണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ലീഗ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്ന കാര്യം ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. നേരത്തെ തന്നെ UDF-ന്റെ ഘടകകക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് ആണ് ഇത്തവണ കോട്ടയത്ത് നിന്ന് ജനവിധി തേടുന്നത്. UDF-ന്റെ മറ്റൊരു ഘടകകക്ഷിയായ RSP
കൊല്ലത്തെ സിറ്റിംഗ് എം പിയായ NK പ്രേമചന്ദ്രൻ തന്നെ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ലീഗിന്റെ സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്നുള്ള ഒരു കാര്യം. അതിനിപ്പോൾ മറുപടി വന്നിരിക്കുകയാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പോകുന്ന സിറ്റിംഗ് MPമാരായ 2 പേർ തന്നെയാണ്. അവർ പക്ഷേ മണ്ഡലങ്ങൾ മാറിയായിരിക്കും മത്സരിക്കുക. മലപ്പുറം MP ആയ അബ്ദുൾ സമദ് സമദാനി മത്സരിക്കാൻ പോകുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനി MP ആയ ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തായിരിക്കും ഇനി ജനവിധി തേടുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ലീഗിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. UDF ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരുപടി മുന്നിലാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിച്ചോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. UDF യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം മുന്നോട്ട് വെക്കണം എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്തിമ ഒരു പട്ടിക ഉടൻ തന്നെ ഇറക്കും എന്ന് പറയുമ്പോൾ പോലും UDFൽ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഇനിയും ഉന്നയിക്കും എന്ന് വേണം കരുതാനായിട്ട്. എന്തായാലും ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ അവർ പരസ്പരം മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഒപ്പം തന്നെ മലപ്പുറത്ത് മത്സരിക്കണമെന്നൊരു ആഗ്രഹം നേരത്തെ തന്നെ ET മുഹമ്മദ് ബഷീർ വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ കാര്യമായ ഒരു കുറവ് വന്നിട്ടാണോ അങ്ങനെ തീരുമാനം പറഞ്ഞത് എന്ന ചോദ്യവും കൂടി ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. എന്തായാലും ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി 3ാം സീറ്റിന്റെ കാര്യത്തിലും രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും എന്ത് നിലപാടായിരിക്കും UDF സ്വീകരിക്കുക, കോൺഗ്രസ് സ്വീകരിക്കുക എന്ന കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്.